എന്റെ അഭിനയത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? തുറന്നു പറയൂ. ഞാൻ ഏതോ കുയിലിന് ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. ഷുഗർ കഴിക്കില്ല, പക്ഷെ 2 ബിരിയാണി. മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഗിയോ ഉണ്ട്, BMW. ആ സൂപ്പർ യൂട്യൂബ് ചാനലാ, ഉള്ള കാര്യം പറയാല്ലേ? അല്ലേ അങ്ങനെയല്ലേ? 3 ബിരിയാണി കിട്ടും. ഈ ഇടത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ക്യാമറ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, നല്ല പണിയെടുക്കുന്നുണ്ട്. കണ്ടറിയാം. മെയിൻ ക്യാരക്ടർ ലിയോനും മറ്റവന് ഈ വേഷം കൊടുക്കണം തമിഴ്. എന്തേ തമിഴിൽ ഇപ്പൊ പടം കാണാൻ 100 പേരുണ്ട്. നമുക്ക് നമ്മുടേതായ രീതിയിൽ അതായത് അപ്പൊ നമ്മള് ലിയോ ചേട്ടൻ അഭിനയിച്ച സിനിമ കണ്ടിറങ്ങിക്കാണ്. സിനിമയല്ല, ഷോർട്ട് ഫിലിമാണ്. ഒരു സിനിമ ഫീലാട്ടാ, സിനിമാറ്റിക് ഫീലാണ്. അപ്പോ ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും അഭിപ്രായമാണ് നമ്മളിപ്പോ എടുക്കാൻ പോണേ. ഫസ്റ്റ് തന്നെ സിനിമയിൽ അഭിനയിച്ച ലിയോ ചേട്ടൻ തന്നെ അതിനെ പറ്റി പറയുന്നതായിരിക്കും. ലിയോ ചേട്ടൻ എന്താ തോന്നിയ? അല്ല, ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഇന്ന് വന്നത്. കാരണം തിയേറ്ററിലേക്ക് എൻ്റെ ആ ബിഗ് സ്ക്രീനിലേക്ക് എൻ്റെ ഫേസ് കണ്ടതിന്റെ ഫസ്റ്റ് ടൈം ബിഗ് സ്ക്രീനിൽ വന്നൊരു എക്സൈറ്റഡിലാണ് ആള്. അതെ, അത് റിയൽ ഫിലിം അല്ലെങ്കിലും ഷോർട്ട് ഫിലിമിലൂടെയാണെങ്കിലും വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ ഒരു വിഷമമുള്ളത് മമ്മി ഉണ്ടായിരുന്നില്ല ആ ഒരു തിയേറ്ററിൽ കാണാനായിട്ട് എന്നുള്ളതുണ്ടായിരുന്നു. പടം വളരെ നന്നായിട്ടുണ്ട്. അതിലെ ആക്ടേഴ്സൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു. ഡാഡിയുടെ ഫ്രണ്ടാണ് CBK തോമസ്. എൻ്റെ ഫ്രണ്ട് ആണ് CBK തോമസ്. ആളുടെ മകനാണ് ജീസ്. ആള് തുടക്കത്തിലെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജീസിന്റെ മുന്നൊരു ആൽബത്തിന് ഡാൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, കോവാബ് എന്ന് പറഞ്ഞിട്ട്. ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് അധുര എന്നാണ്. എനിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ കൊച്ചിനെ കൊണ്ട് പുറത്തോട്ട് പോയി. കുറച്ച് വയലൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ കൊച്ചിന് അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ ആൽബം ഇതുവരെ കാണാത്തവര് അത് കണ്ടോളൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ സോങ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ട്രെൻഡിങ് ആണ്. വൈകിട്ടില്ല ഷോർട്ട് ഫിലിം റിലീസാണ് യൂട്യൂബ് 6-17. പക്ഷെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കാണുന്നതിനേക്കാളും നല്ലത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും. സത്യം, ഇതിന്റെ മേക്കിംഗ് ഒക്കെ സംഭവം കിഡിലായിരുന്നു. പക്ക ഒരു സിനിമാറ്റിക് മേക്കിംഗ് തന്നെ കിട്ടി. അടിപൊളിയായിരുന്നു. എല്ലാവരുടെ ആക്ടിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ഫിറ്റ് ആയിരുന്നു പടം. ഷോർട്ട് ഫിലിം തിയേറ്ററിൽ റിലീസ് ആവുമ്പോൾ നമ്മളെ എക്സൈറ്റ്മെന്റും, അപ്പൊ ശരിക്കും ഒരു സിനിമ റിലീസ് ആവുമ്പോൾ അതിൽ വർക്ക് ചെയ്തവരുടെയും ഓരോരുത്തരുടെയും അവിടെ പോയി ഫ്രണ്ടിൽ നിൽക്കുമ്പോ ഇതേപോലെ ഓരോരുത്തരും ആ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പോയി നിൽക്കുമല്ലോ. അപ്പൊ ആ നിൽക്കണ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അപ്പൊ എന്തായിരിക്കും അവരുടെ ഒക്കെ എക്സൈറ്റ്മെന്റ് ആ ഫിലിം നല്ല ഇതില് വരുമ്പോ. കളക്ഷനൊക്കെ ആയി, ആൾക്കാർ ഇഷ്ടപ്പെട്ടൊരു ഫിലിമിന് ഒരു ഭാഗമായെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് 2-1 മീൻസ് അത്രയും കുറവ് പടമാണെങ്കിൽ പോലും അത് വലിയൊരു ഭാഗ്യമായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. എന്തായാലും ലിയോ ചേട്ടനെ ഫസ്റ്റ് ടൈം ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. ഇനി ആൾക്ക് വെച്ചടി കയറ്റായിക്കോട്ടെ. നിനക്ക് നിനക്ക് നീ ജോലി കിട്ടി, നിനക്ക് വെച്ചടി കയറ്റായിക്കോട്ടെ. ലിയോ ചേട്ടൻ സിനിമയിൽ വന്നിട്ട് വേണം ഈ ബാക്കിലേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും സിനിമ കയറാൻ. ഇതിൽ കൂടെ വേണം ഹെൽനേച്ചർ യൂട്യൂബ് ചാനൽ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ. അല്ല, എന്തായാലും നമ്മുടെ ഈ പരിപാടി കാണാനായിട്ട് ഒരു സെലിബ്രിറ്റി ആക്ടർ നമ്മൾ പറയാൻ മറന്നുപോയി, പറയാൻ വിട്ടുപോയി. ഹരിശ്രീ അശോകൻ സാർ അവിടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അശോകേട്ടൻ വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. പിന്നെ ദിലീപേട്ടനാണ് അത് പോസ്റ്റർ റിലീസ് ചെയ്തത്. വലിയൊരു കാര്യമാണ് അല്ലേ? അതെ. ഇപ്പൊ എന്തായാലും നമ്മള് ഫോർമൽ ആയിട്ടുള്ള ഇതിനെ പറ്റി ഒരു സംസാരം ഇപ്പൊ കേട്ടു. നമുക്ക് നമ്മുടേതായ രീതിയിൽ അതായത് ഉത്തമമാണ്. എന്റെ അഭിനയത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? തുറന്നു പറയൂ. അല്ല, സംഭവം സെറ്റ് ചെയ്തോണ്ട് അഭിനയ കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെയായിരുന്നു. റിവ്യൂ എടുക്കാനായിട്ട് ആൾക്കാരുണ്ട്. അതെ, നീലക്കുയില് അല്ലേ? ഞാൻ ഏതോ കുയിലിന് ഇന്റർവ്യൂ കൊടുത്തായിരുന്നു.
ഞാൻ ആളുടെ അടുത്ത് ചേട്ടി മൈക്ക് ഏതാന്ന് ചോദിക്കാൻ പിടിച്ച സിനിമ എങ്ങനെയെന്ന് പറഞ്ഞ ക്യാമറയും ക്യാമറ കഷ്ടപ്പെടുന്നുണ്ട് നല്ല പണിയെടുത്തിട്ടുണ്ട് കണ്ടറിയാം. അവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണോ സിനിമയില്? ചെയ്യുന്നത് ഫസ്റ്റത്തൊക്കെ സീനിൽ അടിപൊളിയായിരുന്നു. ചേസിങ് ചേസിങ് ഒക്കെ രാത്രി ഈ ക്യാമറമാൻ പുലർച്ചെ 1 മണിക്കാണ്. ആൾക്കാരും ഇല്ലാണ്ട് റോഡ് ഫുൾ വേക്കന്റ് ആണല്ലേ. മിഷൻ ഹോസ്പിറ്റലില്ലേ, ആ അവിടെ തൊട്ടിട്ട് അല്ല അവിടെ തൊട്ടിട്ടല്ല, വല്ലക്കുന്ന് വല്ലക്കുന്നിന്റെ അകത്തുനിന്ന് തുടങ്ങിയതാണ്. അവിടുന്ന് അങ്ങടെ അകത്തുനിന്ന് അവിടുന്ന് ഒരു 4 കിലോമീറ്റർ തുടങ്ങിയത്. എനിക്കാണെങ്കിൽ കണ്ണും കാണില്ല, ഇവനാണെങ്കിൽ ജീസ് സ്പീഡിൽ പോ ചേട്ടാ, സ്പീഡിൽ പോ കാരണം അവരെ കവർ ചെയ്തിട്ട് പോണം. ഞാൻ അവരുടെ പെട്ടി ഓട്ടോക്ക് എന്തോ സ്പീഡിൽ പോയി 40 കിലോമീറ്റർ സ്പീഡുള്ളു. ആ വണ്ടി കയറുന്നില്ല 40 വീട്ടില്. പിന്നെ റെയില് കിടന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറന്റ് തപ്പാണ്. ഫുഡ് കഴിക്കണം. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. ജസ്വിന് ഭയങ്കര വിശപ്പാണ്. അവൻ ഡയറ്റ് ഒക്കെയാണെന്ന് പറയെങ്കിലും ഷുഗർ ഡയറ്റ് ഷുഗർ ഡയറ്റ് എന്നിട്ട് 2 ബിരിയാണി വെച്ചിരുന്നു. ഷുഗർ കഴിക്കില്ല, പക്ഷെ 2 ബിരിയാണി. BMW പവർ ഗൈസ്. രസം എന്താണെന്നറിയോ, ഇവനായിട്ടേ രാത്രി ബിരിയാണി കഴിക്കാൻ പോകും. ഇവൻ ആ ബിരിയാണി കഴിക്കും, വീട്ടിലെത്തിട്ട് ചോറ് നിന്നു. അതെന്താ പ്രശ്നം അറിയോ? അതിവിടെ പറയാം. അമ്മച്ചി കണ്ട സീന, എന്നാലും ഞാൻ പറയാം. അമ്മച്ചി ഒന്നും വിചാരിക്കരുത്, കാരണം ഞങ്ങൾ രാത്രി നടക്കുമ്പോ അമ്മച്ചി പറയും അവിടെ പുറത്തുനിന്നൊന്നും കഴിക്കരുതെന്ന് പറയും. എന്നിട്ട് പക്ഷെ പുറത്തുനിന്ന് കഴിക്കും. അത് വീട്ടിൽ വന്ന് കഴിക്കേണ്ടത് അമ്മച്ചിക്ക് ഡൗട്ട് അടിക്കുമല്ലോ. ആ വീട്ടിൽ നിന്ന് കഴിക്കും. എന്താ ചെയ്യാ? ഗൈസ്, ഇതാണ് ജസ്റ്റ് ചേട്ടൻ വർക്ക് ചെയ്യണ. പിന്നെ ആരാ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലാ? അല്ല കാര്യമായിട്ട് പിന്നെ കല്യാണ കാലൊക്കെ ഇങ്ങനെ എന്താ പ്രൊമോഷൻ കൊടുക്കും. യൂട്യൂബ് വഴി സെറ്റ് ആയിട്ടൊരു വിഷയമായിരിക്കുമല്ലോ അത്. യൂട്യൂബ് കാണുന്ന ഗൈസ്, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നല്ല സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനും പിന്നെ സർവോപരി കുഷ്മളനുമായ, അങ്ങനെയല്ല പറയാ, കുഷ്മാണ്ഡനുമായ ഒരു യുവാവിന് താല്പര്യമുണ്ടെങ്കിൽ ഇതാ ചെമ്പിച്ച താടി. കമന്റ് ചെയ്താൽ മതി. ഗൈസ്, 400 സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഗീവ് ഉണ്ട് BMW. അല്ല, കമന്റ് ഇടുന്നതില് 3 ആള് സെലക്ട് ചെയ്തിട്ട് അതിനൊരാള് ശരിക്കുള്ള പയ്യറ്. നീ ഇടൂലേ? ഞാനും അപ്പനും ഭയങ്കര സുഭദ്ര. അവിടെ നല്ല വെജിറ്റബിൾ അല്ലേ? നമുക്ക് ബിരിയാണി വെച്ചേക്കാം. ഇവർക്കാവ് 3 ബിരിയാണി വേണ്ടി വരില്ലേ? എക്സ്പെൻസീവ്. നമുക്ക് ഒരെണ്ണം മതി, ഇപ്പൊ പ്രശ്നമില്ല. ഇവിടെ അലിയോ അത് വെറുതെ പറഞ്ഞതാ. ഞങ്ങള് വെറുതെ പറഞ്ഞതാ. എന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി പറയാം. സൂപ്പർ യൂട്യൂബ് ചാനലാ, ഉള്ള കാര്യം പറയാല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? 3 ബിരിയാണി കിട്ടും. ഈ ഇടത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ. വീഡിയോ ഒരുപാട് പേര് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് അവര് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ആക്ടിങ് കണ്ട് കുറെ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതന്നെ വലിയ കാര്യം. അത് എടുത്തതാണ് നമ്മുടെ ജസ്വിനെ നമ്മള് പ്രത്യേകം അനുമാനിക്കുന്നു, കാരണം 5 മിനിറ്റ് എടുക്കായിരുന്നു. പക്ഷെ അവനെല്ലാവരും ഷോർട്ട് ഫിലിം എടുക്കണ പോലെ പല അത് പലരും എടുത്ത് ചോദിച്ചിട്ട് എങ്ങനെ എടുത്തെന്ന് ചോദിച്ചു പലരും. എടുക്കുമ്പോ ഞങ്ങൾ എടുക്കുമ്പോ ഞാൻ വിചാരിച്ചു പണ്ടാ ഇവന്റെ സ്ഥിര പരിപാടി പക്ഷെ അത് നമുക്ക് വീഡിയോ എഡിറ്റ് തന്നത് ഐൻസ്റ്റീൻ ആണ്. പിന്നെ അതിന്റെ തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്ത് തന്നത് എന്റെ കസിനാണ് അലീന. ഇവിടെ ഹോട്ടൽ കഴിഞ്ഞു പോകും, 6 Mates Cafe അത് കഴിഞ്ഞു. യൂട്യൂബിനെ പറ്റി പറ. ഇനിയൊന്നുമില്ല. ഞങ്ങള് യൂട്യൂബ് തുടങ്ങാന്ന് ആലോചിച്ച് തുടങ്ങിയിട്ട് കുറെ നാളുകളായി. പക്ഷെ അതിനൊരു അവസരം വന്നില്ല. അന്നൊക്കെ ലിയാൻസൺ പറയും ഞാനൊരു സിനിമ നടനാവട്ടെ, എന്നിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ആള് കാണാനുണ്ടാവും. അപ്പൊ എന്നാ പിന്നെ തുടങ്ങലുണ്ടാവില്ല പൊന്നു പോലെ. അതുകൊണ്ട് ഞങ്ങള് ഈ അടുത്ത് തുടങ്ങി വെച്ചു. പക്ഷെ അപ്പൊ തന്നെ ഒരു ബിഗ് സ്ക്രീനിൽ വരാനും പറ്റി. എല്ലാം കൊണ്ട് ഒരു നല്ല നിമിത്തായി മാറിയത്.
പിന്നെ ലിയോറ ഉണ്ടായി, ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്ന്. അപ്പൊ യൂട്യൂബ് ചാനലിൽ മെയിനായിട്ട് ലിയോറയുടെ വിശേഷങ്ങളാണ് നമ്മൾ ആഡാക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ ഞങ്ങളും അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ചേട്ടൻ ബിരിയാണി മേടിച്ചത് പറ്റിക്കാണോ? സ്പീഡിൽ പോയിട്ട് ഞാൻ ഓരോ ഹോട്ടൽ നോക്കി വിളിക്കത് കഴിയും. അങ്ങനെയല്ല ബിരിയാണി. ഓ ബിരിയാണി ഹോട്ടൽ തറയില്ല. ഓക്കെ, അടുത്തത് എവിടെയാ? ബിന്ദു. എടാ അത് കറക്റ്റ് ആയിട്ട് പറയണ്ടേ? ബിന്ദു പോയി. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയണ്ടേ ഹോട്ടൽ എവിടെയാണെന്നുള്ളത്? ഇതിപ്പോ എടുത്തു പോയില്ലേ, ഇനിയിപ്പോ തിരിച്ചു പോകണ്ടേ? ഇനിയിപ്പോ വീട്ടിലെത്തി കഴിക്കാം. വീട്ടിലെത്തിട്ട് നിങ്ങൾ വീട്ടിൽ പോയി കഴിച്ചു വന്ന് ജയത്സൻ റേറ്റിംഗ് നോക്കട്ടെ. റേറ്റിംഗ് ജയത്സൻ BBQ അതും കഴിഞ്ഞു. ഒന്നുമില്ല എന്റെ പൊന്നു ഞാൻ ഈ വണ്ടി കൊടുക്കുന്നില്ല, അതാണ് പരമാർത്ഥ സത്യം. സത്യം. പക്ഷെ അലോയ് മാറ്റാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഗിയർ എഞ്ചിനിൽ നിന്ന് 17 ചേഞ്ച് ചെയ്യാം. ഓരോന്നിങ്ങനെ അയച്ചു കൊടുക്കും. അതെ, ഞങ്ങൾ ഈ വണ്ടി മൊത്തമായിട്ട് കൊടുക്കില്ല, ഓരോ പാർട്സ് അയച്ചു കൊടുക്കും. അതാ ലാഭം. ലാസ്റ്റ് കൊടുക്കുന്ന നമ്പർ നമ്പർ പ്ലേറ്റ് കൊടുക്കും. 2 ലക്ഷം കൊടുത്ത് മാറ്റിയൊക്കെ നമ്പർ പ്ലേറ്റ്. അതിന്റെ ട്രിപ്പാണ് ഇന്ന്. അലോയിൽ ട്രിപ്പ്. വണ്ടി കൊടുക്കുന്ന് പറയില്ല. വണ്ടി ഞാൻ കൊടുക്കൂല പട്ടികളെ. അതല്ല, നിങ്ങൾക്ക് ഏത് പാർട്സ് ആവശ്യം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇത് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഏത് ഫുഡ് ഫാക്ടറി ഇതൊന്നും കാണില്ലല്ലോ. ഇത് കൊള്ളാലോ. അയ്യോ അതൊന്നും ഇതിൽ കണ്ടില്ല. കഞ്ഞി ചായ ഓംലെറ്റ്. അതെങ്ങനെ അത് എവിടെയാ? ഇവിടെ നല്ല പിടിച്ചിരുന്നോടാ. അവനിപ്പോ കാറിന്റെ ഫ്രണ്ടിൽ കൂടെ പറക്കും. Mercedes മേടിച്ചിട്ട് പോയാലേ? മോനെ നിങ്ങൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോ കാണണം. നാളെ ഏതൊക്കെ പാർട്സ് ഉണ്ടാവും പറയാൻ പറ്റില്ല. ഗൈസ് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ. ഫോൺ ഓഫ് ആക്ക്.